നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വീഡിയോ പ്രചരിക്കുന്നത് ശരിയല്ലെന്നും കുട്ടികളെ ശിക്ഷിച്ച് പരിഹരിക്കാവുന്നതല്ല പ്രശ്നങ്ങളെന്നും പറഞ്ഞ മന്ത്രി നിലവിലുള്ള ഉത്തരവ് പ്രകാരം ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ലെന്നും അധ്യാപകർ ചെയ്തത് നിലവിലുള്ള ഉത്തരവ് പാലിക്കുക എന്നതാണെന്നും സാധാരണ രീതിയിൽ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്ന് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല. മാർച്ചിൽ നടത്തേണ്ട പരീക്ഷാ ചെലവിനുള്ള പണം സ്കൂളിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം. മാർച്ച് 3-നാണ് പരീക്ഷ തുടങ്ങുന്നത്. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ. ആ വീഡിയോ പ്രചരിച്ചത് സ്കൂളിൽ നിന്നല്ലെന്നും വിദ്യാർത്ഥിയുടെ വീഡിയോ പകർത്തിയത് അച്ഛൻ അയക്കാനെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും കുട്ടിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി ക്ഷമ ചോദിച്ചുവെന്നും കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. പാലക്കാട് ഏലപ്പള്ളി പഞ്ചായത്തിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭയിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനി വേണ്ടെന്ന് തീരുമാനിച്ച് നയനാർ സർക്കാരാണെന്നും പിന്നീട് വന്ന സർക്കാരുകളെല്ലാം അത് പാലിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ എന്താണ് നിർബന്ധമെന്നും അദ്ദേഹം ചോദിച്ചു. ഏലപ്പള്ളി ബ്രൂവറിക്കെതിരായ സമരത്തിൽ BJPയിൽ ഭിന്നത. സമരത്തെക്കുറിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും വ്യവസായികൾക്കെതിരെയുള്ള സമരം അനാവശ്യമാണെന്നും BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പറഞ്ഞു. ഇക്കാര്യം പാർട്ടിയിൽ അറിയിക്കുമെന്നും N ശിവരാജൻ പറഞ്ഞു. കൂത്താട്ടുകുളത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ, പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസ് നടപടി വൈകുന്നു എന്ന് ആരോപിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉപരോധം. വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ പ്രതിരോധത്തിലായതിനു പിന്നാലെ UDF സഹായം വാഗ്ദാനം ചെയ്തെന്ന കലാരാജുവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPMുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കുമില്ലെന്ന് കൗൺസിലർ കലാരാജു. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ് താൻ രഹസ്യമൊഴി കൊടുക്കാൻ കോടതിയിലേക്ക് പോകാത്തതെന്നും ഉടൻ രഹസ്യമൊഴി കൊടുക്കാൻ തന്നെയാണ് തീരുമാനമെന്നും കലാരാജു പറഞ്ഞു. മണിയാർ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ബിൽ നൽകാനുള്ള തീരുമാനവുമായി KSEB. കാർബോറാണ്ടം കമ്പനിയിൽ നിന്നാണ് പണം ഈടാക്കുക. ഇക്കാര്യത്തിൽ വൈദ്യുതി ബോർഡ് സ്പെഷ്യൽ റവന്യൂ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. ഡിസംബർ 31-ന് ബോർഡുമായുള്ള കരാർ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നയത്തെ നിശിതമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ സബ്മിഷനായാണ് അദ്ദേഹം വിഷയം ഉന്നയിച്ചത്. കാർബോറാണ്ടം കമ്പനിയിൽ നിന്ന് പദ്ധതി ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ച ചെന്നിത്തല വ്യവസായ മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും രണ്ട് നിലപാടെന്നും കുറ്റപ്പെടുത്തി. കരാർ നീട്ടുന്നതിനെ അനുകൂലിച്ചാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. കാർബോറാണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിൽ അവരുടെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന വൈദ്യുതി KSEBക്ക് നൽകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ബെനാമി സ്വത്ത് ഇടപാടുകളുണ്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയ കമ്പനി ദിവ്യയുടെ ബെനാമി കമ്പനിയാണെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. കാർട്ടൺ ഇന്ത്യ അലയൻസ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് ഭൂമി ഇടപാട് നടത്തിയെന്നും ഷമ്മാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടയക്കും. ആലുവയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് PV അൻവർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിലുള്ള വേട്ടയാടലാണിത്. വിജിലൻസ് അന്വേഷണം നടക്കട്ടെയെന്നും ആരോപണം അടിസ്ഥാനരഹിതമെന്നും അൻവർ പറഞ്ഞു. ആലുവയിലേത് പണം നൽകി വാങ്ങിയ സ്ഥലമാണെന്നും അവിടെയുള്ള കെട്ടിടം ആര് വിചാരിച്ചാലും പൊളിച്ചു നീക്കാൻ കഴിയില്ലെന്നും ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു.
ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിലാണ് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടത്. ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ പണിമുടക്കൽ. സെറ്റോയും CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലുമാണ് സമരത്തിലുള്ളത്. സമരം തുടങ്ങിയതിന് പിന്നാലെ കൊല്ലത്ത് ജോയിന്റ് കൗൺസിൽ നിർമ്മിച്ച സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. സമരം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് നടപടിയെന്ന് ജോയിന്റ് കൗൺസിൽ വിമർശിച്ചു. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജീവനക്കാർക്ക് 6 ഗഡു DA കുടിശ്ശിക ആണെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് പാടിയവർ വേദിക്ക് പിന്നിൽ പോയി പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകുമെന്ന് വിഷ്ണുനാഥ് പരിഹസിച്ചു. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മുസ്ലിം മത രാഷ്ട്രത്തിനു വേണ്ടി കാന്തപുരം പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിക്കുന്നത് മതത്തിൽ മാത്രമല്ല സർവ്വതലത്തിലുമുണ്ടെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഷാരോൺ വധക്കേസിൽ വിധി പ്രസ്താവിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MM ബഷീറിന്റെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ശ്രമം പോലീസ് തടഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടക്കം പൊട്ടിക്കലും പാലാഭിഷേകവും നടത്താനും വധശിക്ഷയെ എതിർത്ത ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ പ്രതിഷേധിക്കാനുമായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഒത്തുകൂടിയത്. ഇവരിൽ നിന്ന് ജഡ്ജിയുടെ കട്ടൗട്ടും അഭിഷേകത്തിനുള്ള പാലും പോലീസ് പിടിച്ചെടുത്തു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തും PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വലിയ അഴിമതിയാണ് കോവിഡ് കാലത്ത് നടത്തിയതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം കുറഞ്ഞ നിരക്കിൽ PPE കിറ്റ് നൽകാമെന്നേറ്റ് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി ആരോഗ്യവകുപ്പിന് നൽകിയ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിയത് സർക്കാരിന് അധിക ബാധ്യതയുണ്ടായെന്ന CAG റിപ്പോർട്ടിനെ തള്ളി മുൻ മന്ത്രി തോമസ് ഐസക്. PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ലെന്നും CAG എന്ത് ഡാറ്റയാണ് അടിസ്ഥാനമാക്കിയതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.